गाइस अभी हम डोमिनिक एंड द लेडीज पर्स का अगला सीन पे रिएक्ट करने वाले हैं, तो आइए देखते हैं अभी पर्स कहां तक पहुंचाता है डोमिनिक को। चलो देखते हैं। ഞാൻ അങ്ങോട്ട് വിളിക്കാൻ ശ്രമിക്കായിരുന്നു. ഞാൻ ഒരു ഫ്രണ്ട് വീട്ടിലാ. വീട്ടായിട്ട് पासवर्ड കാണാതാവുന്ന തലേദിവസം she was very restless. അവൾ അവളുടെ പഴയ ബോയ്ഫ്രണ്ടിനെ കാണാൻ എവിടെയോ പോകുമെന്ന് പറഞ്ഞായിരുന്നു. അത്രയും നാളും ഹാപ്പി ആയിരുന്ന പൂജയെ അല്ല ബ്രേക്കപ്പിന് ശേഷം. ഞാൻ ഒരു പാസ്വേഡ് ക്രാക്ക് ചെയ്തിട്ടുണ്ട്. സൈബർ സെല്ലുകാർ 3 ദിവസം കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരുന്നതാണില്ല. അവസാനം എസ് പെന്നെ വിളിച്ചു. ഞാൻ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത കഥയും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നോക്കണം. സർ വാപ്പച്ചീസ് ലെഗസി എന്ന് ട്രൈ നോക്കി. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. Oh, she cracked it. Yes. പാസ്വേഡ് Pooja. 1, 2, 3. Oh, sir. नाइस Pretty. ഏകദേശം 2 വർഷം മുമ്പ് പൂജ യൂസ് ചെയ്തിരുന്ന മെമ്മറി കാർഡായിരുന്നു. ओके പൂജയ്ക്ക് ആ സമയം അഫയർ ഉണ്ടായിരുന്ന കാർത്തികിന്റെ യാതൊരു ഫോട്ടോസും ഇല്ല. ഈ ആ റിലേഷൻഷിപ്പിനെ പറ്റിയുള്ള യാതൊരു ഓർമ്മയും അവശേഷിക്കാൻ പൂജ ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഇയാളെ പറ്റിയുള്ള ഒരു ഐഡന്റിറ്റിയും കുറവ്. വിളിച്ചാലും ഫോൺ എടുക്കാതെ എന്നെ തിരക്കുള്ള ബോയ്ഫ്രണ്ട്. എന്താ എന്നെ കാണാൻ തോന്നുന്നു? അത് ഷൂട്ടിംഗ് എല്ലാവരും കാണട്ടെ. മൂലക്കട പഞ്ചായത്തിലെ വായനശാല മെമ്പർ തമിഴ്നാട് ഗോപി ഉദ്ഘാടനം ചെയ്തു. മൂലക്കട പഞ്ചായത്ത് नार have a Facebook account. I do. മാധുരി 1 2 3 ആയിരിക്കും പാസ്വേഡ്. ഒന്ന് പോടാ. എന്റെ പാസ്വേഡ് ആർക്കും ഗസ് ചെയ്യാൻ പറ്റില്ല. നോക്കാം. I'll crack your password. Okay. It's a challenge. Challenge. ചുക്കനാട് ഗോപി. चुकनाड़ गोपी ഇയാളെ ജീവചരിത്രം മുഴുവൻ എഴുതുന്നുണ്ടല്ലോ. വായനശാല ഉദ്ഘാടനം. യെസ് 2021 ഡിസംബർ 31st. Okay. This late. No problem, sir. I was working anyway. എനിക്ക് പൂജയും കാർത്തികനെ കുറിച്ച് ചില കാര്യങ്ങളൊന്നും അറിയാനുണ്ട്. അന്ന് പൂജ ലീവ് തന്നെ ആയിരുന്നു സർ. ആ ന്യൂ ഇയറിന് എവിടെയോ ട്രിപ്പ് പോവാണെന്ന് പറഞ്ഞായിരുന്നു. ആ ട്രിപ്പിന് ശേഷമാണ് അവരുടെ ബ്രേക്കപ്പും ആയത്. ആ ബ്രേക്കപ്പിന്റെ റീസൺ എന്തെങ്കിലും പൂജ നിങ്ങളോട് പറഞ്ഞു? അന്ന് നമ്മൾ ഒരുമിച്ച് താമസിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. പ്ലസ് അവർക്ക് അതിനെ പറ്റി സംസാരിക്കാൻ താല്പര്യമുണ്ട്. പിന്നെ ഭയങ്കര ഗ്ലൂമി ആയിരുന്നു പൂജ. അവരെപ്പോഴെങ്കിലും എന്തെങ്കിലും കാരണത്തിന് വേണ്ടി വഴക്കിട്ടതായിട്ട് ഞാൻ ചോദിച്ചു. വഴക്ക് ഒരു പ്രാവശ്യം കാർത്തികിന്റെ ഒരു എക്സ്പെൻസീവ് സാരി കണ്ടായിരുന്നു.
ഓക്കെ. പൂജ ആ സാരീസ് ഒന്നും ഉടുക്കാറില്ല. സോ ആർക്കാണെന്ന് ചോദിച്ചപ്പോ കാർത്തിക് എന്തോ കള്ളം പറഞ്ഞു. പൂജ വാസ് വെരി അപ്സെറ്റ്. താങ്ക്സ്. സോ ജാനുവരി 10 വെനസ്ഡേ രാവിലെ പൂജ വീടോട്ട് ഇറങ്ങുന്നത് സോ ഹി ഈസ് ദ കീ പ്ലെയർ ഹിയർ. നമുക്ക് അവനെ ആദ്യം കണ്ടുപിടിക്കാം. ഓൾ റോഡ്സ് ലീഡ് ടു മുന്നാർ മൈ ബോയ്. Munnar. Wow. I've been here, so I know. It's an amazing I place. want to go. अभी तो मस्त ठंडा ठंडा होगा उधर. Chai. बारिश हो रही है. സർ ഒരേ ഉൾപ്പേക്കോ ഹലോ CI ഡൊമിനിക്, ഒരു മർഡർ കേസുമായി ബന്ധപ്പെട്ട് വന്നതാണ്. എനിക്ക് മുകളിലെ റൂംസ് എല്ലാം ഒന്ന് കാണാം. സർ ബിഫോർ ദാറ്റ് ഈ വീഡിയോ കാണുന്ന റൂം ഇവിടുത്തെ തന്നെയല്ലേ? അതെ സർ. റൂം നമ്പർ എത്ര? ഫസ്റ്റ് ഫ്ലോറിലാണ്. റൂം നമ്പർ Camera. 2021 ഡിസംബർ 31, 2 വർഷം മുമ്പുള്ള ആ ഡേറ്റിലെ ഫുൾ CCTV ഫുട്ടേജ് ഞാൻ ഒന്ന് ചെക്ക് ചെയ്യാം. സർ 2 വർഷം മുമ്പുള്ളൊന്നും കിട്ടില്ല സർ. അതല്ല, സർക്കാർ രക്ഷപ്പെടാൻ വേണ്ടി എന്തെങ്കിലും നമ്പർ ഇട്ടാണെങ്കിൽ ഞാനൊരു വാറണ്ട് പണിയും പറ്റും. അയ്യോ ഇല്ല സർ. Okay. സത്യമായിട്ടും 6 മാസം വരെ ഉള്ളത് എന്തെങ്കിലും ഉണ്ടാവും. അതിനുശേഷം എല്ലാം തന്നെ ഡിലീറ്റ് ആയി പോകും. ഞങ്ങൾക്ക് ബാൽക്കണി ഉള്ള റൂംസ് ഒക്കെ ഒന്ന് കാണും. സർ റൂംസ് ഒക്കെ ഓക്യുപ്പൈഡ് ആണ്. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. അത് ഞങ്ങൾ പോയി തിരിച്ചു വരുമ്പോൾ 2021 ഡിസംബർ 31 ഇവിടെ ചെക്ക് ഇൻ ചെയ്ത എല്ലാ ഗസ്റ്റുകളുടെയും ഡീറ്റെയിൽസ്, പേരും അഡ്രസ്സും സഹിതം. We are looking for a Karthik and a Pujari. കുറച്ചൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് 6 മാസം കഴിയുമ്പോൾ ഡിലീറ്റ് ആയി പോകും. അതൊക്കെ എന്തോ ചെക്ക് ചെയ്യണം. ഞാൻ ഡ്രസ് ഒന്ന് മര്യാദക്കാക്കി. ഇതാണ് ലാസ്റ്റ് റൂം. ഞാൻ മാത്രം കയറിക്കാം. സർ ഇത് തന്നെയാണ്. TV is placed here. ബാൽക്കണി. പൂജയും കാർത്തിക്കും ഇവിടെ തന്നെയാണ് വന്നത് സർ. That's what I feel. Okay. ഇവിടെ എന്തായിരിക്കും പ്രവർത്തിക്കുന്നത്? I was hoping it would be Karthik Sectors. कार्तिक फिशी है यार, उसका डिटेल कहीं नहीं मिल रहा. സർ അത് ഓരോരുത്തർ പേയ്മെന്റ് ചെയ്യുന്ന രീതിയാണ് സർ. ചിലർ ഏതെങ്കിലും വെബ്സൈറ്റ് വഴിയായിരിക്കും ചെയ്യുക, ചിലർ ഡയറക്റ്റ് പേയ്മെന്റ് ചെയ്യും. കിട്ടി 31 ഡിസംബർ. സർ ഈ എഴുത്തുന്നുണ്ട് വേറെ കുഴപ്പം. ഞാൻ 2 കൊല്ലമായിട്ടുള്ള വീട്ടിൽ തുടങ്ങിയിട്ട് ഒരു കുഴപ്പമില്ല. ഇതാണ് ബാങ്കിന്റെ ട്രാൻസാക്ഷൻ. Okay. എനിക്കൊരു സ്നേഹിതനുണ്ട്, ഒരു ബാങ്ക് മാനേജർ. സെക്രട്ടറി വിളിക്കുന്നെന്ന് പറഞ്ഞ് ഭയങ്കര പരാതിയാണ്. ഹലോ സാക്. കാർത്തികിന്റെ വീട്ടഡ്രസ് एड्रेस मिला उसको.
ഞാൻ പോയി ചോദിച്ചു. देख रही थी वो। बार बार देख रही थी ना. കാർത്തികിന്റെ വീടല്ലേ? കാർത്തിക് ഇവിടെ ഉണ്ടോ? പുള്ളി കണ്ടിട്ട് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ചേട്ടന്റെ ഫ്രണ്ട് ആണോ? ഫ്രണ്ടൊന്നുമല്ല, സി ഡൊമിനിക്. ഒരു മിസ്സിംഗ് കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ നിന്ന് വന്നതാ. കാർത്തികിനെ കണ്ടിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയണമെന്നുണ്ടായിരുന്നു. അത് എവിടെ ഇല്ലെങ്കിൽ മൊബൈൽ നമ്പർ തന്നാൽ മതി, ഞാൻ വിളിച്ചോളാം. She is scared, huh? നന്ദിത കാർത്തികന്റെ ബ്രദറാണ്. കാർത്തിക് ചേട്ടനെ കാണാതായിട്ട് 2 വർഷം കഴിഞ്ഞു സർ. Huh? Oh. കൃത്യമായി പറഞ്ഞാൽ 2021 ഡിസംബർ 31 മുതൽ. ഒത്തിരി. ये तो पूरा चेंज हो गया. चेंज ही हो गया. ഇതാണോ കാർത്തിക്? ഞങ്ങൾ അവസാനമായി എടുത്ത ഫോട്ടോ ആ ഡിസംബറിൽ. സാർ ആ മിസ്സിംഗ് കേസിനെ പറഞ്ഞല്ലോ, അന്വേഷിച്ചാണോ ഇവിടെ വന്നത്? ആ കേസും ചേട്ടനുമായി എന്താ കണക്ഷൻ? ഏകദേശം 2 വർഷം മുമ്പ്, അതായത് കാർത്തിക് മിസ്സാകുന്ന ടൈം ഈ പൂജയുമായിട്ട് റിലേഷൻഷിപ്പിലായി. പക്ഷേ ഈ കേസിൽ എന്നെ ഇവിടെ എത്തിച്ചതല്ല. ജനുവരി 9-ാം തീയതി രാവിലെ പൂജ വീട് വിട്ടിറങ്ങുന്നു കാർത്തികിനെ കാണാൻ. ആൻഡ് ഷീസ് മിസ്സിംഗ് സിൻസ് ദെൻ. അപ്പോ കാർത്തിക് എവിടെ ഉണ്ടെന്ന് ഈ പൂജയ്ക്ക് അറിയാമോ? Maybe, but we don't know where Pooja is. You know Pooja, right? ഇല്ല, കാർത്തിക് ഒന്നും പറഞ്ഞില്ലേ? ആ പേരൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കൽക്കത്തയിലായിരുന്നു ഫോർ ഡാൻസ് ട്രെയിനിങ്. ആരാണ് എന്നെ ചോദിച്ചപ്പോൾ സർപ്രൈസ് ആളെ നേരിൽ കാണാം എന്നാ പറഞ്ഞത്. Okay. ഇപ്പോ 2 വർഷമായി കാർത്തിക് பார்த்து அவன்கிட்ட பேசி எந்த கடவுளுமே இல்ல. அவனுக்கு என்னாச்சுன்னு கூட தெரியல. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം, എനി ഡിഫറൻസ്? இல்ல, அந்த மாதிரி எதுவும் இல்ல. ഞങ്ങൾ ഫ്രണ്ട്സിനെ പോലെ ആയിരുന്നു. ഇതുപോലെ എന്നെ ഓരോ സർപ്രൈസ് തന്നെ പറ്റിക്കും. അറിയാതെ ചില യാത്രകളൊക്കെ പോകും. 3-4 ദിവസമൊക്കെ വിളിച്ചാലും കേട്ടില്ല. പിന്നെ പെട്ടെന്നൊരു ദിവസം മുന്നിൽ വരും. Okay. ആദ്യമൊക്കെ ഇന്ന് വരും, നാളെ വരും എന്നൊരു പ്രതീക്ഷ. ഇതൊക്കെ ചേട്ടന്റെ ഒരു സർപ്രൈസ് ആയിരിക്കും. ഒരു ദിവസം പക്ഷേ ഇനി വരും. യെസ്. അവസാനമായി ഡിസംബർ 31-ന് കാർത്തികിനെ കണ്ടു എന്നല്ലേ പറഞ്ഞത്? കണ്ടല്ലോ, അതോ ഓടി സംസാരിച്ചോ? ഇവിടെ വെച്ച് തന്നെ. എക്സാക്ട്ലി വേർ യു സ്റ്റാൻഡിങ്. കാർത്തികിനെ ആരോ കാണാനുണ്ടായിരുന്നു. വന്നിട്ട് ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അതിനുശേഷം കാർത്തിക് തിരിച്ചു വന്നല്ലോ. ആരെ കാണാനാണ് പോകുന്നത് പറഞ്ഞു? ഇല്ല. What time on December 31st? Do you remember? Maybe important. Maybe important. ഒരു 11:30 ആണെന്ന് തോന്നുന്നു. 12:00 കാർത്തിക് പൂജയോടൊത്ത് വാലി വ്യൂ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യുന്നു. ആൻഡ് ചെക്ക്ഡ് ഔട്ട് അറ്റ് 5 PM. അതിനുശേഷം കാർത്തിക് ഇവിടെ വന്നില്ല അല്ലേ? Can I have your telephone number? I'm Karthik's. കാർത്തിക് അല്ലേ? ഒരു 2-3 വർഷം മുമ്പ് വരെയൊക്കെ ആ പയ്യൻ ഇതുവഴി പോവാറുണ്ട്. പക്ഷെ ആളങ്ങനെ അത്ര മിങ്കിൾ ചെയ്യുന്ന ഒരു നേച്ചർ അല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ വലിയ പരിചയമില്ല, നമ്മൾ ശ്രദ്ധിക്കാറില്ല. പിന്നെ ആളുടെ ഒരു സിസ്റ്റർ ഉണ്ട്, ആള് ഡാൻസറാണ്, ആളെ കുറച്ചറിയാം. അത് ആ പിള്ളേരുടെ അച്ഛന്റെ പ്രോപ്പർട്ടിയാ. ഇങ്ങോട്ട് അങ്ങനെ ആരും വരാറില്ലായിരുന്നു.
പിന്നെ അവനെ കാണാതായതിനു ശേഷമാ നന്ദിത ഇങ്ങോട്ട് വന്നത്. ओके ആ കൊച്ചു കൊറേ അന്വേഷിച്ചു. പക്ഷെ പാവം അത് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? भाई ये तो पूरा मूवी घूम गया। कार्तिक 2 साल से मिसिंग है। वो पूजा भी तो मिसिंग है, पूजा मतलब तो वही 3-4 दिन से थी। मिसिंग है, वो तो 2 साल से दो मिसिंग है। साल से missing है। लेकिन पूजा कार्तिक को मिलने गई थी 2-3 दिन पहले मिसिंग होने के लिए। भाई क्या कर, लेकिन उसने ट्रैक मस्त किया है, ढूंढा बहुत सही उसने तरीके से। अरे इधर वाह, से उधर से उधर से वीडियो से लेकिन पासवर्ड पूजा 1 2 3 बट नाउ दिस गॉट मोर इंटरेस्टिंग। मलयालम मूवी है, ट्विस्ट और टर्न तो आएगा ही अभी अभी। तक तो लाइक अभी हम लोग like बोलते हैं ना मिड ऑफ द मूवी पहुंचे अभी और तक तो खाली कितना पूजा पे कुछ- ध्यान देते, अभी तो कार्तिक भी आ गया। वो तो 2 साल से मिसिंग है यार। यस वही तो इंटरेस्टिंग है अभी, और क्योंकि भाई इसको 2-3 दिन और 2 साल तो ज्यादा इंटरेस्टिंग है। अभी 2 ईयर से बंदा 2 है years कहाँ से पे, है किधर? फिर अभी पूजा कहाँ गायब हो गई, हम्म। क्या कनेक्शन है दोनों का। उसने जैसे बोला ना, एवरी मिनट ऑफ 31st इज इम्पोर्टेंट, Important एवरी maybe, मिनट। yeah. Cool. चलो देखते हैं आगे क्या आएगा। Meanwhile, take care.